ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. സുഖമാണ് കേട്ടോ. അങ്ങക്കൊക്കെ സുഖമല്ലേ? എവിടെ പാത്തു പാടത്തും പറമ്പിലും പോയിക്കണെന്നായിരിക്കൂലേ? എവിടെയെങ്കിലും കണ്ടോർമ്മ ഉണ്ടോ മക്കളെ? ഈ പാടം തോടും വരുമ്പോഴൊക്കെ നമ്മളെ പണ്ടത്തെ പെരല്ലേ അവിടെയാണ് കേട്ടോ. അമ്മമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു കിയാർനെല്ലി ഉണ്ട് ഇവിടെ കുറച്ച് പാടത്ത്, കുട്ടിയെ കുറച്ച് പറിച്ചുകാണ്ട് കലക്കി കൊടുത്തളാന്ന് പറഞ്ഞു കാക്കൂന് കേട്ടോ. അപ്പം അങ്ങനെ പോന്നതാണ്. പിന്നെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായി. നമ്മൾ കിയാർനെല്ലിയാണ് കേട്ടോ 2 നേരം അരച്ചുകാണ്ട് പാലിൽ അലക്കിക്കാണ്ട് കൊടുക്കലാണ് കേട്ടോ. പിന്നെന്താ എവിടെ പോയിരുന്ന് തിന്നണെന്നായിരിക്കൂലേ? നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ നമ്മളൊരു വീഡിയോസ് ഇട്ടിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പച്ചമരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുകൊണ്ടി പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു വാട്സപ്പിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ മുത്തുമണി ഒരു മെസ്സേജ് തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് വണ്ടൂർ നടുവട്ടോ, അവിടെ ഇവിടെ ഉണ്ട് മരുന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഓലെ കോൺടാക്റ്റ് നമ്പറൊക്കെ തന്ന് അവിടേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. വൈകുന്നേരം വന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നു. ഉച്ചരിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും രാവിലെ തന്നെ പോലെ നടക്കില്ലല്ലോ. അപ്പോൾ വെറും വയറ്റിലാണ് കഴിക്കുക. പക്ഷേ മരുന്ന് തന്ന് വിടാം, നിങ്ങൾ അങ്ങനെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും കാക്കൂനെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാനാവില്ല എന്ന് കരുതിക്കാണ്ടേ ബസ്സിൽ പോയാൽ എവിടെ ഇറങ്ങുക എന്താ ഇറങ്ങുക ഒന്നും അറിയില്ല. പെരും മഴയല്ലേ. അപ്പോൾ എന്ത് കാട്ടിയിരുന്നോ ഞങ്ങൾ ബൈക്കുമ്പോൾ മെല്ലെ മെല്ലെ അങ്ങനെയാണ് പോയിട്ടോ. പിന്നെ മാനുകാക്കാൻ്റെ ഓട്ടോറിക്ഷയില്ല. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് പോയി. ഋതുവിനെ കിട്ടിയോല്ല. ഋതു ഇവിടെ അല്ലായിരുന്നു കേട്ടോ. പിന്നെ 3 മണിക്കാണ് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ പതിവ് പോലെ എനിക്ക് വറക്കലൊക്കെ തുടങ്ങി. നേരം വെളുത്ത് ഓടണ ഓട്ടല്ലേ മക്കളെ. ഇവിടെ പണികളും ഓരോ തിരക്കും കാര്യങ്ങളും പേരൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയണല്ലേ. എന്നാണ് ഈ എണ്ണക്ക് ഇഷ്ടംപോലെ ഓർഡറും വന്നിക്കണം. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ എണ്ണ കൊണ്ട് നല്ലൊരു മാറ്റം കണ്ടു എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എന്താ വെച്ചാൽ നമ്മളൊരു മരുന്ന് ഉണ്ടാക്കിക്കാണ്ട് അത് ഒരാൾ ഉപയോഗിച്ചുകാണ്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം. ഗൾഫിൽ നിന്ന് വരെ വിളി വന്നപ്പോഴേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ കയ്യും കാലും വറക്കൽ തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്ന്. അതിൽ കാക്കും എല്ലാം അവിടെ നിർത്തിക്കാണ്ട് എനിക്ക് ചായ വാങ്ങിച്ചു തന്നു കേട്ടോ. കാക്കും ഒരു ചായയും കുടിച്ചു. ഞാൻ ഒരു പഴംപൊരിയും ഒരു കട്ട്ലൈറ്റൊക്കെ തിന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചുകാണ്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ കുറച്ചും കൂടെ ദൂരെ പോകാണ്ട് എന്തായാലും ചോദിച്ച് അന്വേഷിക്കാണ്ടാണ് അങ്ങനെ മെല്ലെ മെല്ലെ പോണ് കേട്ടോ. ബൈക്കുമ്മലൊന്നും പോകാൻ പറ്റൂല. അന്ന് കിയാർനെല്ലി പറിച്ചാൻ പോയപ്പോൾ മൂത്തച്ചി എന്നെ ചോദിച്ചിട്ടുണ്ട് ബൈക്കുമ്മല അപ്പം നിങ്ങൾ പോണ് അനങ്ങാതെ കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ ഇപ്പോൾ പോവുക? ബസ്സിലൊക്കെ പോയാൽ മഴ ആവും കരുതിക്കാണ്ട്. അപ്പോൾ അതാക്കണ് പോയിക്കാണ്ട് ഓരോ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ആ കാക്ക അവിടെ ഓട്ടോറിക്ഷ ഓടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിക്കാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. വീട്ടിലൊന്നും എത്തിയിട്ടില്ല. പിന്നെ അവരെ വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു കണ്ടോ ഗുളികൻ്റെ ഉറയിൽ ഒരു 6-7 മണികൾ കേട്ടോ. ഒരു സമാധാനമല്ല എനിക്ക്. അപ്പോൾ അതിങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ നെക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡബ്ബർ ബന്ദ് പോലെ. അപ്പോൾ കാക്ക പറഞ്ഞ് നെക്കി പൊട്ടിച്ചണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയേക്കാണ്ട് ഇവിടെ മഴ ഇങ്ങനെ ചാറിയപ്പോൾ അവിടെ ഇറങ്ങിയേക്കാണ്ട് പിന്നെ ഞാനും കാക്കും ഓരോ കോട്ടൊക്കെ വാങ്ങിച്ചു കൊണ്ട് കോട്ട് ഇട്ടു കേട്ടോ. കാക്കുവിന് എവിടെ പോവുകയാണെങ്കിലും ഞാൻ വേണം ധൈര്യത്തിൽ. ഞാൻ പറഞ്ഞു കുറച്ച് നേരം വൈകിയാൽ ഋതുവിനും കൊണ്ട് പോകാറുണ്ട്. കാക്കു കേട്ടില്ല. അങ്ങനെ മെല്ലെ പോയതാട്ടോ. അത് കണ്ട മക്കളെ അവിടെ ബസ് അവിടെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എഴുതിക്കാണ്ട് പോയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. ആ മരം കണ്ട മക്കളെ ആ ബസ്സിൻ്റെ മൂട്ടിൽ കൂടെ അങ്ങോട്ട് ചാടിയേക്കാണ്. അവിടെ എന്തൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ചിരിക്കണ് നേർക്ക് അറിയില്ല കേട്ടോ നമുക്ക്. എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. നമ്മളിപ്പോൾ ഓരോ പ്രതീക്ഷയോട് കൂടി കണ്ട കുട്ടികളെയും മക്കളെയൊക്കെ ഇപ്പം ഞങ്ങളായാലും പെരിയിൽ നിർത്തിക്കാണ്ട് ഇറങ്ങി പോണതല്ലേ. ബസ്സുമ്മക്കൊക്കെ പ്രതീക്ഷിക്കാതെ ഒന്നായിട്ട് ആ മരം ഒന്നായിട്ട് കടപുഴകി വീഴുക എന്ന് പറയുമ്പോഴേ എന്തൊക്കെ അപകടങ്ങൾ ഒരാൾ കുടുങ്ങിയൊക്കെ ചെയ്തിക്കണ്. എന്തായാലും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ റബ്ബില്ലേ. നമുക്ക് പ്രത്യേകിച്ച് ദുആ ചെയ്യാം. ഞാനൊന്നേ ഉരുൻ്റെ മണി അവിടുന്ന് ഇങ്ങനെ അപ്പം ഇച്ചിരി സമാധാനക്കേട് ഓഫാക്കിയാണ്. സമാധാനക്കേടുകൊണ്ട് മക്കളെ ഒന്നും നെക്കി നോക്കിയത് അപ്പോൾ കയറുന്നു. 1 മണി നോക്കട്ടെ നമ്മള് എത്താണ് ആളെ അടക്കാള്. ഇങ്ങനത്തെ കുരുവാള് കുറേ കേട്ടോ. നോക്കിയാ മക്കളെ
ഇങ്ങനത്തെ കുരുകൾ ഇതാണ് പൊട്ടിയത് തോന്നണു. ഞാൻ നെക്കി ചെറു സമാധാനക്കേട് മണിമണി കണ്ടപ്പോൾ അപ്പം ഞാനൊരു കുത്തുത്തി അതിലൊന്ന് പൊട്ടിയിട്ടോ. ഇത് രാവിലെ എന്താ വെറും വയറ്റിൽ പാലിൽ മിക്സിയിലിട്ട് അടിക്കുക, എന്നിട്ട് പച്ചപ്പാൽ പാലിന്ന് കുടിക്കുക. പിന്നെ വൈകുന്നേരം വരെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പാലും പാലിൻ്റെ വെള്ളവും മധുരട്ട് കണ്ടൊക്കെ പാലും വെള്ളം ഉണ്ടാക്കി കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ മൈസൂരൊക്കെ തിന്നുക. വേറെ ഭക്ഷണങ്ങളൊന്നും പാടില്ല. അമ്മമാരെ കാണുന്നുണ്ടോ? അപ്പൊ നോമ്പ് വലിക്കലില്ലേ? ഇമാരെ നോമ്പ് വലിക്കലില്ലേ? നോമ്പ് വലിക്കാതെ വിഷമം. ഡോക്ടർ നല്ല നന്നായിട്ട് ഫുഡ് കൊടുക്കണം കേട്ടോ പറഞ്ഞത്. അപ്പൊ കണ്ടില്ലേ മക്കളെ മണിമണിയാള്, ഇത് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് അരച്ചിട്ട് പച്ചപ്പാലില് വെറും വയറ്റിൽ കുടിക്കുക. അന്നത്തെ ദിവസം ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ പാല് കുടിക്കുക, അതേപോലെ പാലിൻ്റെ വെള്ളം പഞ്ചസാരയൊക്കെ ഇട്ടുകാട് തിളപ്പിച്ച് കുടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈസൂർ പഴം കഴിക്കുക. പിന്നെ മറ്റന്നാളേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പം അത് ഇങ്ങോട്ട് മലമൂത്ര വിസർജനത്തിലൂടെ പോവണമല്ലോ. അപ്പം അങ്ങനെയാണല്ലോ ഇത് പറ്റാ ഒഴിവാകുക. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഭക്ഷണങ്ങൾ എല്ലാം കഴിക്കാറുണ്ട്. കോഴി മുട്ടയും ഒഴിച്ച് ബീഫ്, ബാക്കി മീന്, എല്ലാ മാംസാഹാരവും ഭക്ഷണങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴി മുട്ടയും 6 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കഴിച്ചാൽ അത് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞെഴുതി കണ്ട് നമ്മൾ അങ്ങനെ കഴിക്കൂല കേട്ടോ. ഞങ്ങൾക്ക് അറിയണാണ്. മഞ്ഞപ്പിത്തത്തിന് ഡോക്ടർ വരെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. എന്താ ഭക്ഷണങ്ങൾ കഴിക്കുക, എണ്ണ, മെഴുക്ക്, ബിരിയാണി, നെയ്ച്ചോറ്, പൊറോട്ട, മന്തി, അതുപോലെ മാംസാഹാരങ്ങൾ ഇറച്ചി, കോഴി, മീന് ഇതൊന്നും പാടില്ല പറഞ്ഞാൽ മുട്ട പുഴുങ്ങി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ദിവസത്തിന് തൊടാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആയുർവേദമാണ്, നമ്മളൊരു സമാധാനത്തിന് കുടിക്കുക. ഇത് എനിക്കൊരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്ന മെഡിസിനാട്ടോ. മെഡിസിൻ പറഞ്ഞാൽ ഓല് പറഞ്ഞു തന്നു, അവരെ ആരോ പോയിട്ട് കുടിച്ചിട്ട് നല്ല ഭേദമുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാറിനോടത്തേക്ക് പോകുക പോലെ ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയതാട്ടോ. കാക്കൂനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതാണ്. അപ്പോൾ ഡോക്ടർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെക്കപ്പ് ചെയ്ത് കണ്ട് വരാൻ പറഞ്ഞു. കാക്കൂന് ഭയങ്കര ചൊറിച്ചിൽ കേട്ടോ. ഈ ലിവറിനൊക്കെ ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് ഭയങ്കര ചൊറിച്ചിൽ വരും. അപ്പോൾ ചൊറിച്ചിലുണ്ട് നല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, മെഡിസിൻ എഴുതിയിട്ടുണ്ട് പറഞ്ഞു. വേറെ മെഡിസിൻ എഴുതിയിട്ടുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് വരാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പഥ്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. പക്ഷെ അത് കുടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു എഴുതിയാണ് നമ്മൾ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് പറയണവും എന്താ പറയുക അനുസരിക്കണം അല്ലേ. അപ്പോൾ ഇറച്ചി മീനൊന്നും നമ്മൾ കൂട്ടൂല, എണ്ണയും മെഴുക്ക് പൊരിച്ച് ഒന്നും കൂട്ടൂല. ഇനി പോത്ത് കഴിക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നാളെ നീ അരച്ച് കുടിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടാവും അരച്ച് കുടിച്ചിട്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മാറിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എവിടെ എങ്ങനെയാന്നൊക്കെ കേട്ടോ. ഇൻഷാല്ലാ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. പിന്നെ പോന്നപ്പോൾ കുറച്ച് പൊറാട്ടയൊക്കെ വാങ്ങി പോകുന്നു കേട്ടോ ബേബിയാക്ക്. എന്താ വെച്ചാൽ കുറേ നേരം വൈകി, രാത്രി ആയിരുന്നു. ഞങ്ങൾ 3 മണിക്കാണ് പോയത്. 3:30 കഴിക്കണില്ലേ, 4 മണിക്ക് കഴിക്കണം. പോയപ്പോൾ കുറേ പോകണം. വണ്ടൂര് നടുവത്തില്ലേ അവിടെയാണ് കേട്ടോ. ഞാനും കാക്കു തന്നെ പോയത്. ബൈക്കുമ്പോൾ മെല്ലെ മെല്ലെ പോയി. ബസ്സിലൊക്കെ പോയാൽ അത് പെരുമായി, എവിടെ ഇറങ്ങണ്ട് എങ്ങനെയൊന്നും അറിയില്ല. പിന്നെ മാനക്കാക്കാരുടെ ഓട്ടോറിക്ഷ കിട്ടിയവുമില്ല. പിന്നെ ഒരു ഓട്ടോറിക്ഷയൊക്കെ പോകണമെങ്കിൽ നല്ലൊരു സംഖ്യം വേണം അല്ലേ. അപ്പോൾ മെല്ലെ മെല്ലെ ബൈക്കുമ്മലാവുമ്പോൾ 100 റുപ്യേൻ്റെ എണ്ണ അടിച്ചാൽ മതി, മെല്ലെ മെല്ലെ പോയാൽ മതിയല്ലോ. അപ്പം മഴയൊന്നും ഇല്ലായിരുന്നു അൽഹംദുലില്ലാ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറച്ച് മഴ ചെയ്തു കേട്ടോ. ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബേബിയൊക്കെ ഒരിക്കൽ ഞാൻ ദിവസം പൊറോട്ടയും കറിയൊക്കെ വാങ്ങിച്ച് പോകുന്നു. പിന്നെന്താ ഇത് കുടിച്ചിട്ട് ഇതിൻ്റെ വിവരങ്ങൾ പറയണ്ട കേട്ടോ. ഇത് കലക്കി കുടിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇത് ആയുർവേദം തന്നെയാണ് കേട്ടോ. നല്ല ഒരു സ്മെല്ലുണ്ട്. ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട്, എന്താ പറയുക, ഒരു അല്ലേ പച്ചമരുന്നിൻ്റെ സ്മെല്ല്. എന്തോ മരുന്നുകൾ അരച്ചിട്ട് ഉരുട്ടി ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ പച്ചമരുന്ന് നമുക്ക് കുടിക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ ഇംഗ്ലീഷ് മരുന്നും കുടിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ. ഡോക്ടർമാർ പറയണവും കേൾക്കണം. നന്നായിട്ട് കൂടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടല്ലേ ഓടുക. അപ്പോൾ അതുപോലെ ഇത് നമ്മളൊരു സമാധാനത്തിന്
പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. എത്ര വട്ടം പറഞ്ഞൂല്ലേ. ഷാമിത ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യോണ്ട്, ലൈക്ക് ചെയ്യാൻ നല്ല മടിയുണ്ട്. ഒന്നും ലൈക്ക് ചെയ്യുകൊണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ എണ്ണ കുറേ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. രണ്ടാമതും ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് നാളെ കേട്ടോ. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഞാൻ ഇന്നിപ്പോൾ ഇന്നലെ കൈജൂല കരുതി നിർത്തിയതായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ആക്കിയിട്ട് ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് കൊടുത്ത്. പക്ഷെ ഒരുപാട് ഓർഡറുകൾ വന്ന് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. മാറി നല്ല മാറ്റം ഉണ്ട്. തലവേദനക്കായാലും മുടി കൊഴിച്ചിലിനായാലും ഒക്കെ പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം. കറണ്ട് പോയിട്ടോ. ഇനി ബാക്കിയുള്ളത് നാളെ പറയാം. അസ്സലാമു അലൈക്കും.